ഉത്തര മലബാറിലെ കാവുകളിലും ദൈവിക സ്ഥാനങ്ങളിലും തറവാടുകളിലും വീടുകളിലും കെട്ടിയാടുന്ന അനുഷ്ഠാന കർമ്മകലയാണ് തെയ്യം. ജാതിമതഭേദങ്ങൾക്കതീതമായി ഒരു ദേശത്തിൻ്റെ സംസ്കൃതിയിലെ വിവിധ ഘടനകളെ തീവ്രമായ അനുഷ്ഠാനങ്ങളിലൂടെ തെയ്യം സമന്വയിപ്പിക്കുന്നു.
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിലെ കോലക്കാരുടെ ശരീരം ഏറ്റെടുക്കുന്ന സ്വയം ബലിയാണ് തെയ്യങ്ങൾ. ഓരോ തെയ്യത്തിനു വേണ്ടിയും ശരീരത്തിൻ്റെ സഹനവും പാകപ്പെടുത്തലും ഓരോ വിധമാണ്. സ്വന്തം സുഹൃതത്തിനോ ക്ഷേമത്തിനോ വേണ്ടിയല്ലാതെ കൂട്ടായ്മയുടെ ആധിവ്യാധികൾ അകറ്റുന്നതിനു വേണ്ടിയാണ് ഒരു കോലക്കാരൻ തെയ്യമായി മാറുന്നത്. പുരാവൃത്തവും ചരിത്രപരമായ തെളിവുകളും അനുഷ്ഠാനങ്ങളിലെ വ്യത്യസ്തതകളും കൊണ്ട് ഏറെ പ്രാധാന്യമുള്ള തെയ്യമാണ് കതിവനൂർ വീരൻ. ജീവിത യാഥാർത്ഥ്യങ്ങൾ താണ്ടി ദുരിതങ്ങളിലകപ്പെട്ട് ഒടുവിൽ മരണമേറ്റുവാങ്ങിയ മാങ്ങാട്ട് മന്നപ്പൻ്റെ ഹൃദയഹാരിയായ ജീവിതാഖ്യാനമാണ് കതിവനൂർ വീരൻ തെയ്യം. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട കോലക്കാരാണ് കതിവനൂർ വീരൻ തെയ്യം കെട്ടുന്നത്. രാത്രിയും പകലും അവിരാമം തുടരുന്ന അനുഷ്ഠാനങ്ങൾ പൂർണ്ണതയിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള കോലക്കാരൻ്റെ ശാരീരിക ക്ഷമതയും ഉപാസനകളും അത്രയും കഠിനവും സമാനതകളില്ലാത്തതുമാണ്. മലബാറിൽ ഇപ്പം 140 തെയ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 140 പറഞ്ഞാൽ 1 39 തെയ്യങ്ങളാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാനിതിൽ വണ്ണാൻ സമുദായത്തിൽ ജനിച്ച ഞാൻ ഇതിൽ കുറേയേറെ തെയ്യം കെട്ടി ആടിയിട്ടുണ്ട്. ഇത് ഒരാൾക്ക് അനുഷ്ഠാനപരമായി ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്ന് കാണുകയാണെങ്കിൽ എങ്ങനെ വന്നാലും പൂർണ്ണതയിലൂടെ കാണാൻ പറ്റില്ല. 3 ദിവസത്തെ ദൈർഘ്യമേറിയ കാര്യം ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല. 3 ദിവസം വളരെയധികം ക്ഷമയോടെ നിന്നാൽ കാണാൻ പറ്റാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. തെയ്യക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചടങ്ങുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതിൽ നിന്ന് താരിയും വലിച്ചും ദീപത്തിന് മുമ്പിൽ വെച്ച് പൂജിച്ച് കുറച്ച് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അവിടെ പൂർവികന്മാർക്ക് അത് വിളമ്പി നമ്മ ക്ഷണിച്ചവരെല്ലാവരും വിളിച്ച് അരിയിട്ട് തൊഴുത് വാതിലടച്ച് കഴിഞ്ഞു. രണ്ടാമത് അത് മാടിയതിന് ശേഷം ബാക്കി എല്ലാവരും ഇരുത്തി ഭക്ഷണം കൊടുക്കും. അത് വീട്ടിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് സന്ധ്യ ദീപം വെച്ച ആട് വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നാൽ താരിയും വലിച്ചും വെക്കാം എന്ന് കോരക്കാർ പറഞ്ഞാൽ തെയ്യക്കാരൻ ഈ പേളിയം വന്ന് താരിയും വലിച്ചും എടുത്ത് തൊഴുത് വടക്കേമ്പാക്ക് തൊഴുത് കിഴക്കോട്ട് തൊഴുത് കന്നിക്കും വടക്കോട്ടും തൊഴുതിട്ട് പതിയിരിക്കും തൊഴുത് തിരിഞ്ഞ് കിഴക്കുഭാഗത്ത് വന്ന് പീഠത്തിൻ്റെ മേലെ താരിയും വലിച്ചും വെക്കണം. അപ്പോൾ കോരക്കാർ എന്ത് വേണ്ട പറഞ്ഞാൽ ഒരു നാനായിപ്പാടും ഒരു കിണ്ടിയിൽ മദ്യവും ലേശം വെറ്റിലിടക്കി എടുത്തോറ് വലത്തേ കൈ കൊണ്ട് ഓറ് കൊടുക്കും. വലത്തേ കൈ കൊണ്ട് തെയ്യക്കാരൻ വാങ്ങും. അപ്പോൾ ഇടത്തേ കൈ രണ്ടാളതും ഈ പലിശേൻ്റെ മേലെ ഉണ്ടാവണം. അന്നേരം മുതൽ ഇവർ ബന്ധപ്പെട്ടു എന്നാണ് അതിൻ്റെ സങ്കല്പം. പിന്നെ തെയ്യം കഴിയുന്നവരെ ഇവർ രണ്ടാളും ആ പതിയും അണിയറയും വിട്ടിട്ട് പുറത്തോട്ട് പോയിക്കൂടാം. യാത്രയാണ് കതിവനൂർ വീരൻ തെയ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എൻ്റെ ഇതിവൃത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. യാത്ര എന്ന നിലക്ക് തന്നെ നമ്മളെ ആകർഷിക്കും. പിന്നെ എൻ്റെ ഒരു മനഃശാസ്ത്രപരമായ വശം പരിശോധിക്കുകയാണെങ്കിൽ യാത്ര ഒരേ സമയം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതാസക്തിയുടെയും മരണാസക്തിയുടെയും പ്രതീകമാണ്. കതിവനൂർ വീരൻ്റെ ഇതിവൃത്ത കഥയിൽ ഇത് രണ്ടുമുണ്ട്. അത്യധികം ജീവിതാസക്തിയുള്ളൊരു മനുഷ്യനാണ് മന്തപ്പൻ. അതേസമയം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഏതോ ഒരു അംശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈകാരികമായിട്ടുള്ള ഏതോ ഒരു ഘടകം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏതോ ഒരു വൈകാരിക ഘടകം അദ്ദേഹത്തെ മരണത്തിലേക്ക് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. തെയ്യം കിട്ടുന്ന കോലക്കാരൻ വീട്ടിൽ നിന്ന് താരിയും വലിച്ചെടുത്തിട്ട് ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ താരിയും വലിച്ച് വെച്ച് ആദ്യം ഒരു തോറ്റമുണ്ട്. ആ തോറ്റത്തിന് തിടങ്ങി തോറ്റം എന്നാണ് പറയുന്നത്. ഈ 3 ദിവസം നടക്കുന്ന ചടങ്ങിൻ്റെ ആദ്യത്തെ തോറ്റാണ് തിടങ്ങി തോറ്റം. അത് തെയ്യക്കാരൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അത് തെയ്യം കെട്ടിയതിന് മുമ്പേ തെയ്യം കെട്ടി ശീലമുള്ള ഏത് കോലക്കാരൻ ചെയ്യാൻ പറ്റുന്നതാണ്.
2-ാം ദിവസമാണ് കുരുക്കൾ തെയ്യത്തിൻ്റെ വെള്ളാട്ടം അരങ്ങിലേക്ക് വരുന്നത്. കുരുക്കൾ തെയ്യത്തിൻ്റെ വെള്ളാട്ടം എന്ന് പറഞ്ഞാൽ, കുരുക്കൾ തെയ്യം എന്ന് പറഞ്ഞാൽ ഈ മന്നപ്പനുമായിട്ടും മന്നപ്പൻ്റെ അച്ഛനുമായിട്ടുള്ള അവേദ്യമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണ്. കുരുക്കൾ തെയ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ദൈവവും വീരപുരുഷന്മാരായിട്ട് പിന്നെ മരിച്ചു പോയതിൻ്റെ ഒരു ബന്ധം കൂടെ ഇവർ തമ്മിലുണ്ട്. കതവനൂർ വീരൻ തെയ്യത്തിൻ്റെ അതിപ്രാധാന്യമായ ആകർഷകമായ ഒരു തോറ്റമാണ് വലിയ തോറ്റം. തോറ്റം പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു അരി പതുങ്ങിയിട്ടൊരു തൂവലുണ്ട്. അത് കളരി മുറ തന്നെയാണ്. വലത്ത് ഭാഗത്തെ അമർന്ന് ഇടത്ത് ഭാഗത്തെ നീർന്ന് ഇടത്തും വലത്തും തൊട്ട് നെറ്റിക്കും മാറുന്നു. പിടിച്ചിട്ട് വാക്കണ്ണാടി അടക്കം പിടിച്ച് വലത്തോട്ട് പോക്കാണ്. ഈ തെയ്യത്തിൽ ബാക്കിയെല്ലാ തെയ്യത്തിലും വ്യത്യാസമായിട്ടാണ് പിന്നെ മദ്ദളം ബാക്കിയെല്ലാ തെയ്യത്തിനും പുറത്തുള്ളവർ മദ്ദളം കൊട്ടും. അപ്പോൾ പിന്നെ ഈ തെയ്യത്തിന് മദ്ദളം അരക്കണ്ണ കെട്ടുക. ചെറിയൊരു മദ്ദളം ഉണ്ടാക്കി അത് നമ്മൾ അരക്ക് തോറ്റ സമയത്ത് കെട്ടിയിട്ട് അത് എന്തിന് തെയ്യക്കാരന് പിന്നെ കൊട്ടും പാട്ടും ഒപ്പിച്ച് ചെല്ലാൻ വേണ്ടിയാണ്. ഇവിടെ പാട്ടിനാണ് അതിപ്രാധാന്യമുള്ളത്. കതവനൂർ വീരൻ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള വരവിളിയോടുകൂടിയാണ് തോറ്റംപാട്ട് ആരംഭിക്കുന്നത്.
പെറ്റുംപറപ്പിന് ശേഷം തോറ്റക്കാർ തോറ്റം പാട്ടിലൂടെ പാടുന്നത് മന്നപ്പൻ്റെ ജീവചരിത്രമാണ്. മന്നപ്പനും അച്ഛനും തമ്മിൽ കലഹിക്കേണ്ടി വന്നു പറഞ്ഞാൽ ഒന്നും പ്രവൃത്തിയെടുക്കാതെ ഇങ്ങനെ വയസ്സായി ഇത്രയും പ്രായമായില്ലേ, അതുകൊണ്ട് നീ ഒന്നും പ്രവൃത്തിയെടുക്കാതെ നീ ഇങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിച്ച ഒരു ദേഷ്യത്തോടെ ചോദിച്ച ഒരു ഇതാണ്. അന്നേരം മന്നപ്പൻ പറഞ്ഞു, പണിയെടുപ്പാൻ പണിപ്പണ്ടാട്ടി പറ്റില്ലെന്ന, തുരമെടുപ്പാൻ തുറക്കാരൻ്റെ മകനുമല്ല, പണിയെടുക്കാതെ നിങ്ങളുടെ ചോറും വേണ്ട. അങ്ങനെ പറഞ്ഞിട്ടാണ് മന്നപ്പൻ നടന്ന് വീട് വിട്ടിറങ്ങുന്നത്. മറ്റ് തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തെയ്യത്തിന് യാത്ര ഒരു പ്രധാന വിഷയമാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക്, ഇപ്പം കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് കുടകിലേക്ക് പോകുന്ന ഒരു യാത്ര, അത് വളരെ വ്യക്തമായിട്ട് തെയ്യത്തിൻ്റെ വഴിനടയിൽ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ട് നിന്നും കർണാടകത്തിലെ കൊടകിൽ കതുവിനൂർ എന്നറിയപ്പെടുന്ന സ്ഥലം വരെയുള്ള യാത്രയിൽ കുന്നുകളും നദികളും വയലുകളും വഴികളും ക്ഷേത്രങ്ങളും കാവുകളും കോട്ടങ്ങളും മറ്റുള്ള ആരാധനകളെല്ലാം തോറ്റംപാട്ടിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ പടക്ക് വേണ്ടുന്ന 5 ആയുധം വാങ്ങിയിട്ട് മന്നപ്പൻ വേളാർകോട്ട് പുറതിരവേ വഴി പോരുമ്പോൾ കൂവൽക്കരക്ക് നേർക്കിടിഞ്ഞവൾ ചെമ്മരത്തി, അങ്ങനെയാണ് കാണുന്നത്. വഴി പോകുന്ന സമയത്ത് അതിമനോഹരിയായ സുന്ദരിയായ ചെമ്മരത്തിണ്ട് കൂവൽക്കരക്ക് നിൽക്കുന്നു. ചെമ്മരത്തിക്ക് പ്രത്യേകമായി കെട്ടിക്കോലൊന്നും തന്നെ ഇല്ല. വടക്കേ ഭാഗത്ത് പ്രത്യേകമായിട്ട് വാഴത്തട കൊണ്ട് നിർമ്മിച്ച ഒരു തറയാണ് ചെമ്മരിത്തറയായി സങ്കല്പിക്കുന്നത്. ചെമ്മരിത്തറ എന്ന് പറയുന്നത് 64 കളങ്ങളോടുകൂടിയ ഒരു തറയാണ്. 64 പറഞ്ഞാൽ പുരാണത്തിലും ഇതിഹാസത്തിലും ബാക്കിയിലെല്ലാം 64 എന്ന് പറഞ്ഞ എണ്ണം വളരെ വിശിഷ്ടമായ ഒരു കാര്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് പലതിലും. ഇപ്പോൾ 64 കലകൾ, നമ്മൾ തെയ്യം കലയിലും 64 കലകളിൽ പെടുന്ന ഒരു കലയാണ്. അതുപോലെ 64 എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ഒരു സംഭവമാണ്. ചെമ്മരത്തി മന്നപ്പൻ തമ്മിലുള്ള ആ ഒരു സംവാദ രീതിയിലുള്ള ഒരു സന്ദർഭങ്ങൾ തോറ്റക്കാർ മനസ്സിലെങ്കിൽ തോറ്റം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് അത്രത്തോളം വരികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാവരും തോറ്റക്കാർ ചെല്ലുമ്പോൾ അവർ അത്രയും തീക്ഷ്ണമായ സന്ദർഭങ്ങളിലൂടെ, തീക്ഷ്ണമായ വരികളിലൂടെയാണ്, തീക്ഷ്ണമായ മനസ്സോടുകൂടിയാണ് ഈ തോറ്റം പാട്ട് അന്നേരം ചൊല്ലി തീർക്കുക. മന്നപ്പൻ എന്ന കഥാപാത്രത്തെ അനുസ്മരിക്കും വിധം തോറ്റങ്ങളും പാട്ടുകളും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹം കതുവിനൂർ വീരൻ എന്ന ദൈവമായി മാറി. പിന്നീട് ഉണ്ടാകുന്ന ആ ദൈവികമായ അവസ്ഥയൊക്കെ വളരെ നിർവചിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. ഒരു കലാകാരനും അത്രത്തോളം ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ ഈ തെയ്യം കെട്ടുന്ന അയാൾ പോയി ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് മിക്ക തെയ്യക്കാരൻ പോവുക. പക്ഷേ ചൊല്ലി ഉറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇനി
തോറ്റം മതിയാക്കി പെട്ടെന്ന് അണിയറിലേക്ക് വരണം എന്ന് പറയാൽ പോലും ഒരിക്കലും ആ മനസ്സിന് അങ്ങനെയുള്ള പെട്ടെന്ന് വരില്ല, അണിയറിലേക്ക് തിരിച്ചു വരില്ല. ആ കതുവിനൂർ വീരൻ അദ്ദേഹത്തിലേക്ക് ലയിച്ചു വന്നു കഴിഞ്ഞു.
വലിയ തോറ്റത്തിന് ശേഷം അരങ്ങിലെത്തുന്നതാണ് ഗുരുക്കൾ ദൈവം. നേരത്തെ കഴിഞ്ഞ വെള്ളാട്ടത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ഈ ഗുരുക്കൾ ദൈവം. കടുവനൂർ വീരൻ തെയ്യത്തിന് ആകെ 3 തോറ്റങ്ങളാണ് ഉള്ളത്. തുടങ്ങൽ തോറ്റം, വലിയ തോറ്റം, കൊടിയൽ തോറ്റം. ഗുരുക്കളതിന് ശേഷമാണ്, ഗുരുക്കൾ ദൈവത്തിൻ്റെ ശേഷമാണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് കൊടിയൽ തോറ്റം ആരംഭിക്കുന്നത്. ഇതിനെല്ലാം പറയേണ്ടത് ശാരീരിക ക്ഷമത എന്നുള്ള കാര്യം വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളെ പൂർവികന്മാർ ഈ ശാരീരിക ക്ഷമത ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ തോറ്റവും പാട്ടുകളും ഈ കർമ്മങ്ങളും ഈ കളികളും ബാക്കിയുള്ള എല്ലാ വിധത്തിലുള്ള ശാരീരികമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പൂർവികന്മാർ ഓരോ വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴി കണ്ടെത്തുന്നത് നമ്മുടെ ശരീരത്തെ അത്രയും ഇതിലേക്ക് സജ്ജമാക്കാൻ വേണ്ടിയാണ്. ിലേക്ക് 3 വന്ന് ശരിപ്പെട്ട് പാവാട പറയാൻ കളിച്ചു വിളിയാണ് ഈ എഴുന്നള്ളിക്കൂടി കൊണ്ട് ഞാൻ ചൊല്ലുന്നു ഒറ്റങ്ങൾ അച്ഛനമാരോട് വൈരാഗപ്പെട്ടു ചുരുറ്റം പഞ്ചറവിൽ നിന്ന് വീട്ടിൽ ചെന്നു. അതിലെ വീട്ടിൽ ചങ്ങാതിമാരും താനും മുത്താർമുടി കുടകളുടെ പടക്കൂറപ്പെട്ടു. യുദ്ധകളത്തിലകപ്പെട്ടു ദൈവക്കരുവായുവം വന്നു. പന്താർമുടിയാട്ടി നീരാടി വാഴും കടുവനൂർ വീട്ടിൽ ശേഷിപ്പെട്ടു. ഈ അണിയറയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വെച്ച് കിട്ടുന്നതും അതിൻ്റെ പൂർണ്ണത അതിനകത്ത് ഉണ്ടാകുന്നതെന്നും പുറത്തുനിന്നുള്ളവർ ആരും കാണാൻ സാധിക്കില്ല. അതെല്ലാം അണിയറയിൽ 4 ഭാഗത്തും ഈ ഓലകൾ കൊണ്ടും മറ്റുള്ള തുണികൾ കൊണ്ടെല്ലാം മറച്ചിട്ടുണ്ടാവും. കാരണം അത്രയും വലിയ ഒരു ദൈവീയ ഒരു കോമര ഉള്ളിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന അരിയും ശേഷരി എന്നാണ് പറയുക അതിന്. അതെല്ലാം പൂജിച്ചു കൊണ്ടുവന്നിട്ട് തെയ്യക്കാരൻ്റെ മേലിൽ എറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യനായ ഇയാൾ ദൈവമായിട്ട് മാറുന്ന ഒരു സൃഷ്ടി പ്രക്രിയ ഈ അണിയറിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അണിയറ അത്രയും ഒരു ഗൂഢമായിട്ട് ഒരു 4 ഭാഗത്തും ചുറ്റപ്പെട്ട രീതിയിൽ നിന്നല്ലോ ഓലകളും മറ്റേ തുണികൾ കൊണ്ടെല്ലാം മറിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ആമാട വെക്കൽ ചടങ്ങ് എന്ന് പറയുന്ന ഈ ചടങ്ങിന് മറ്റൊരു സവിശേഷമായ ഒരു കാര്യം കൂടിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഈ മന്നപ്പൻ കുടകിൽ പോയ സമയത്ത് യുദ്ധത്തിന് പോയി കുടകരുടേതായ യുദ്ധത്തിൽ മരിക്കുന്നത് 6 മുറിച്ച് 66 ഗണ്ണം പോയി, 100 മുറിച്ച് 107 ചിഹ്നം പോയി, മുണ്ടം മിലും കൈതമ്മിലും ശവമറിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ ശരീരം പല കഷ്ണങ്ങളായിട്ട് 4 ഭാഗത്ത് പോവുകയെന്ന്. അങ്ങനെ യുദ്ധം നിർത്തിവെച്ചതിന് ശേഷം ചെമ്മരത്തിയും മച്ചുനായ അണ്ണുക്കെല്ലാം വന്നിട്ട് നോക്കിയിട്ട് എല്ലാ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അവിടുന്ന് ഇവിടുന്ന് മുണ്ടമെന്ന് കൈമന്തെല്ലാം പുറക്കിയെടുത്തിട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു രൂപം അവർ ഉണ്ടാക്കുന്നുണ്ട്. അതേ ആ രൂപം പോലെ തന്നെയാണ് ഈ വീടിൽ കല്ലാടിമാർ ദൈവത്തിൻ്റെ ഓരോ ആണികലങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ആമാടെ ഒരു താടിമീശ മറ്റേ സ്ഥലത്ത് നിന്ന് അത് എടുത്ത് താടിമീശ ഇടുന്നെടുത്ത് കഴുത്ത് കെട്ടുന്ന ഇടുന്നെടുത്ത് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പൂർണ്ണ ഉദാഹരണം പുറക്കെടുത്തിട്ട് ദൈവത്തിൻ്റെ രൂപം അന്ന് ചെമ്മരത്തിക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് മന്നപ്പനെ ഞാനൊന്ന് ശരിക്കും നോക്ക് എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കുന്ന പോലെ ഈ തെയ്യക്കാരന് ബസവന കല്ലാടി കാണിച്ച തെയ്യക്കാരന് കാണിച്ചു കൊടുത്ത അതേ ഇത് തെയ്യക്കാരൻ ഇതന്നെയല്ലേ അതേ രൂപം സ്വപ്നതുല്യം കാണിച്ചെന്ന രൂപം ഇതന്നെയല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന വിധം കൂടെ ഈ ആമാടവക്കൽ ചടങ്ങിനകത്തുണ്ട്. ഈ ദൈവത്തിൻ്റെ മുഖത്തെഴുത്ത് എന്ന് പറയുന്നത് നാഗം താഴ്ത്തിയെഴുത്ത് എന്നാണ് അതിന് പറയൽ. അത് ചായില്യം മനയോല എന്നതിന് പറയൽ. നമ്മൾ പറഞ്ഞു വരുന്നത് മണയല എന്നുള്ള സാധനം കൊണ്ടാണ് മുഖത്തെഴുതൽ. ഇപ്പോൾ ചായയിലും മണയിലും കൂട്ടിയിട്ട് മഞ്ചന കൂട്ടൽ എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. മഞ്ചന കൂട്ടെന്ന് പറഞ്ഞാൽ
ഒരു യുവാവിൻ്റെ മുഖത്തെ ഈ കവിളിൽ തുടുത്തു വരുന്ന ഒരു പ്രസരിപ്പ്, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രസരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ചന കൂട്ടിയിട്ട് ഈ കവിളിന് 2 തുണ്ടക്ക് അതിനെ കൊണ്ട് ഒരു തുടിപ്പ് ഉണ്ടാക്കുന്നത്. അത് താടി മിഷ തായിൽ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് പൊന്തിക്കഴിഞ്ഞാൽ നല്ലൊരു തുടിപ്പ്, ഈ യുവാവിൻ്റെ നല്ലൊരു തൊട്ടാപ്പെറിക്കുന്ന ഒരു യുവാവിൻ്റെ ഒരു തുടിപ്പ് അതിനകത്തുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ഒരു മഞ്ചന കൂട്ടി ഇടുന്നത്. നാഗന്താഴ്ത്തി എഴുതുന്ന അതിൻ്റെ പേര്. അണിയറയിൽ ഈ തെയ്യത്തെ അണിയിച്ചൊരുക്കുന്ന സമയത്ത് ചിലമ്പ് കുലിക്കുന്ന സമയം തന്നെ വരവിളിക്കും. നേരത്തെ തെയ്യക്കാരൻ വരവിളിച്ചതുപോലെ ഇത് തെയ്യം അണിയറയിൽ കെട്ടുന്നതുകൊണ്ട് ഈ തെയ്യം കെട്ടി ശീലമുള്ളവർ പുറത്തുനിന്ന് വരവിളിക്കും. ആ 2 വരവിളി ഭക്തിയോട് വരവിളിച്ചതിന് ശേഷമാണ് തോറ്റം പാട്ട്. അണിഞ്ഞ തോറ്റം എന്നതിന് പറയല്. അണിഞ്ഞ തോറ്റം എന്ന് പറഞ്ഞാൽ തെയ്യക്കാരൻ്റെ മേത്ത് അണിയലങ്ങൾ വെച്ച് കെട്ടുന്ന സമയത്ത് ചെല്ലുന്നൊരു തോറ്റം. ആ വെച്ച് കെട്ടുന്ന സമയത്ത് തെയ്യക്കാരൻ്റെ മേത്ത് ഇങ്ങനെ അണിയലം വെച്ച് കെട്ടുന്ന സമയത്ത് പുറത്തുള്ള 2 ആൾക്കാർ ഈ അണിഞ്ഞ തോറ്റം ചെല്ലുമ്പോൾ ആ ചെല്ലുന്നത് തെയ്യക്കാരൻ്റെ കർണപടത്തിലൂടെ വന്ന് മനസ്സിലേക്ക് അലിഞ്ഞു ചേർന്നിട്ട് ആ തെയ്യത്തിലൂടെ ഓരോരോ അണിയലും കിട്ടുമ്പോൾ ഞാൻ ഇന്നതായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോന്ന് കതുവരൂർ വീഴുന്ന പടക്ക് പോകേണ്ട സമയമാകുമ്പോഴേക്ക് തെയ്യത്തിൻ്റെ രൂപമെല്ലാം പൂർത്തിയായിട്ടുണ്ടാവും. അണിയറയിൽ നിന്ന് തെയ്യത്തിൻ്റെ വേഷം കെട്ടി പുറത്തേക്ക് വന്ന് വടക്കേമ്പാക്ക് എത്തുന്നത് തന്നെ ചെങ്ങാതികളെ ലക്ഷ്യം വെച്ചിട്ടാണ്. ചെങ്ങാതികൾ പിന്നെ ഞാനും ഒന്നെ ആ രൂപത്തിന് വേണ്ടിയാണ് പിന്നെ ആദ്യം തന്നെ കീഞ്ഞപാടി ചെങ്ങാതികളെയും 3 വലത്ത് വെക്കുന്നത്. അപ്പോൾ അവരായിട്ട് പിന്നെ വരവ് വരുമ്പം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. പിന്നെ അവർ പിന്നെ ഈ നേരിട്ട് പറയുന്നില്ലെങ്കിൽ കൈ കൊണ്ട് അഭിനയിച്ചിട്ട് കാണും. പിന്നെ ഈ സമയത്ത് നമ്മൾ തമ്മിൽ ഇന്ന മാതിരിയാണ്, ഇന്ന പോലെ ചെയ്യണം, എല്ലാം അഭിനയം മാത്രമാണ്. ആ സമയത്ത് വാക്കോടാവുന്നില്ല. വാക്കോട് ഇടം കയറി കഴിഞ്ഞതിന് ശേഷം വാക്കോടാവുന്നില്ല. അതുവരെ പിന്നെ കൈ കൊണ്ട് അഭിനയം മാത്രം. നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ ഇന്ന പോലെ നിങ്ങൾ ചെയ്യണം, എന്നാൽ ഞാൻ ഇന്ന പോലെ ഉണ്ട്, എല്ലാം ഈ അഭിനയിച്ചിട്ട് കാണിക്കും വരവ് വരുന്ന സമയത്ത്.
നല്ല സ്ഥലമതം മുത്താർ മുടിപ്പോർക്കളം നേറുന്ന വിണ്ണോർ വരനും മറയൊരു മേവരുമമ്പ ചുഴലി ഭഗവതി താനും തുണക്കിൽ കതുവനൂർ വീരൻ്റെ ചാരു ചരിത്രം പവിത്രമുരച്ചിടാം. ഇന്നലെ തോറ്റത്തിൽ പാടിയ മന്നപ്പൻ്റെ ജീവിതത്തിൻ്റെ ആവർത്തനം തന്നെയാണ് വഴിനട. ഇന്നലത്തെ പുരാവൃത്തം ഇന്ന് എങ്ങനെ ചരിത്രമാകുന്നു? വർത്തമാനകാലത്തിൽ മന്നപ്പൻ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വഴിനടയിലൂടെ തെയ്യം വ്യക്തമാക്കുന്നത്. നമ്മുടെ പുരാതന ഗോത്ര സംസ്കൃതിയിൽ ഈശ്വരാരാധന എന്തായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുവെന്നും ദൈവം എത്രത്തോളം മനുഷ്യനായിരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തെയ്യം. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പരാജയപ്പെട്ട മന്നപ്പൻ നമ്മുടെ രക്തരൂക്ഷിതമായ ഓർമ്മയാണ്. ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കുകയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ സംസ്കാരം തന്നെയാണ്. വാക്കോടായ തെയ്യം മന്നപ്പൻ്റെ ജനനം മുതൽക്കുള്ള സംഭവങ്ങൾ അഭിനയ ചാതുരിയോടെ നാടകീയത നിറഞ്ഞ സംഭാഷണങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. സംഘർഷഭരിതവും ദുരന്തപൂർണവുമായ മന്നപ്പൻ്റെ ജീവിതവും കടുത്ത കോപക്കാരിയായ ചെമ്മരത്തിയുടെ കലഹവും കളിയാട്ടത്തിനെത്തിയവർ സ്വന്തം ജീവിതത്തിലെന്ന പോലെ അനുഭവിക്കുന്നു. മാങ്ങാട്ട് തറയിൽ ഞാൻ പിറന്നുകൊണ്ട് മേത്തളിയില്ലത്ത് കുമരച്ചൻ്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകനായി കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിനടുത്തുള്ള മാങ്ങാട്ടാണ് മന്നപ്പൻ ജനിച്ചത്. തീയപ്രമാണിയായ അച്ഛൻ്റെ കുലമഹിമയ്ക്കും ആഭിജാത്യത്തിനും വിരുദ്ധമായിട്ടായിരുന്നു മന്നപ്പൻ്റെ ജീവിതം. പണിയും തുരവുമെടുക്കാതെ മടിയനായ മന്നപ്പന് ആയുധാഭ്യാസത്തോടായിരുന്നു കമ്പം. പണിപ്പണ്ടാട്ടി പറ്റില്ല തുരമെടുപ്പ തുരക്കാരൻ്റെ മകനുമല്ല. ധിക്കാരിയായ മകന് അച്ഛൻ വീട്ടിൽ നിന്ന് പാലും ചോറും വിലക്കിയെങ്കിലും വിശന്നു വന്ന മന്നപ്പന് അമ്മ ചോറും കറിയും തളികയിൽ വിളമ്പി. ഇത് കണ്ട് അരിശം മൂത്ത കുമരച്ചൻ ചെന്തങ്ങോട്ട് ചാരിവെച്ച മന്നപ്പൻ്റെ വില്ലും ശരവും ചവിട്ടി ഒടിച്ചു. വില്ല് പൊട്ടുന്ന ശബ്ദം തെറം ചെവിടാല കേട്ട മന്നപ്പൻ ആയുധം പോകുന്നതും ആയുസ് പോകുന്നതും ഒന്നാണെന്ന് പറഞ്ഞ് ചോറും തളിക ഊൺകയ്യാല തട്ടി നിരക്കി വീട് വിട്ടിറങ്ങിപ്പോയി. ചെറുകാപുരത്തെ ചെന്തങ്ങോട് ചാരിയ വില്ലെടുത്ത് ചവിട്ടി മുറിച്ച് എറിഞ്ഞു കളഞ്ഞു. കുടകിൽ കച്ചവടത്തിന് പോകുന്ന ചങ്ങാതിമാർക്കൊപ്പം ഏഴിനും മീതെ കതിവന്നൂരിലെ നേരമ്മാവൻ്റെ അടുത്തേക്ക് പോകാനാണ് മന്നപ്പൻ തീരുമാനിച്ചത്. എന്നാൽ പ്രമാണിയായ കുമരച്ചനെ ഭയന്ന് ചങ്ങാതിമാർ മന്നപ്പനെ കൂടെ കൂട്ടിയില്ല. മാങ്ങാട്ടെ നെടിയ കാഞ്ഞിരക്കേഴ് താവളമാക്കി ചങ്ങാതിമാർ മന്നപ്പനെ കണക്കറ്റ് റാക്കും കറിയും നൽകി മയക്കി കിടത്തി ചതിച്ചു. മാങ്ങാട്ട് നെടിയ കാഞ്ഞിരമേ താവളമാക്കി 10 മീനില ഉച്ചയാകുമ്പോ ഞെട്ടി ഉണർന്ന് ഇടവും വലവും ഞാൻ നോക്കിയ നേരമേ ഒരു നിലയിലുമേ ചങ്ങാതികളെ കാണാനില്ല. 10 മീൻ നില ഉച്ചയായപ്പോൾ ഞെട്ടി ഉണർന്ന മന്നപ്പൻ ചങ്ങാതിമാർ തന്നെ ചതിച്ചതായി അറിഞ്ഞു. കാളവണ്ടിയുടെ മൂരിച്ചവിട്ടും കമ്പവലിയും നോക്കി മന്നപ്പൻ ഏകനായി ഏഴിനും മീത്തലേക്ക് യാത്ര തിരിച്ചു. കാട്ടുപാതകളിലൂടെ മലനിരകളിലൂടെ
കാട്ടരുവികൾ താണ്ടി അന്നത്തെ സംസ്കാരങ്ങളിലൂടെ മന്നപ്പൻ യാത്ര ചെയ്തു. തളിപ്പറമ്പിനടുത്ത് മാങ്ങാട്ട് എന്ന സ്ഥലത്താണ് മന്നപ്പൻ്റെ ജന്മസ്ഥലം. അതിനടുത്ത് ഒറ്റക്കായരം തട്ടുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ക്ഷേത്രം അതാണ്. ചങ്ങാതികളൊക്കെ കളിച്ച് അച്ഛനമ്മയോടായിട്ട് ദേഷ്യമെല്ലാം പെട്ട് ഇവിടെ വന്നിട്ട് അന്ന് ചങ്ങാതികളും മന്നപ്പനും റാക്കലും കുടിച്ച് മന്നപ്പനിടെ ചതിച്ചു. അങ്ങനെ ചങ്ങാതിൽ പോയി കൂടെ വഴിയെ മന്നപ്പനും ഈ സ്ഥലത്ത് നിന്നാണ് കുടകിലേക്ക് പോകുന്നത്. ഈ കണ്ടിയും താവളവും എന്ന് പറയുന്നത്, ഈ കണ്ടിയും താവളവും അതിൽ തന്നെ അർത്ഥങ്ങളുണ്ട്. അത് എന്ന് പറയുന്നത് ഇപ്പം മാങ്ങാട്ട് മുതൽ ഈ കർണാടകത്തിലെ വീരാജ്പേട്ട എന്ന് പറയുന്ന ആ സ്ഥലം വരെയുള്ള പല സ്ഥലങ്ങളുമാണ്. പല സ്ഥലങ്ങൾ വെച്ചാൽ നമുക്ക് കേട്ട് പരിചിതമില്ലാത്ത പല വാക്കുകളും നാമങ്ങളും അതിനകത്തുണ്ട്. അതെല്ലാം ഈ തെയ്യക്കാരൻ വളരെ 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 ഓർമ്മശക്തിയോടെ എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. ഒരു വഴിയും തെറ്റിപ്പോയിക്കൂടാ. ദൈവം പോയ വഴിയിലൂടെ തന്നെ ഈ തെയ്യക്കാരൻ മനസ്സുകൊണ്ട് കർമ്മം കൊണ്ട് യാത്ര ചെയ്യണം. ഏതെങ്കിലും ഒരു വഴി തെറ്റിപ്പോയാൽ കർമ്മം പിഴച്ചു എന്നാണ് പറയപ്പെടുക. ഒരു വഴിയും തെറ്റാൻ പാടില്ല. വളരെ ഓർമ്മയോടുകൂടാ, അത്രയും ഓർമ്മശക്തി ഈ കോലക്കാരൻ ഉണ്ടായിരിക്കേണ്ട ഒരു അവിഭാജ്യ ഘടകമാണ്. മരത്തിന്മേലേക്കും ചുരത്തിന്മേലേക്കും വഴിയറിയേണ്ട, വായിലൊരു നാവുണ്ടെങ്കിൽ വഴിയറിയാമേ. മാങ്ങാട്ട് നെടിയ കാഞ്ഞിരം കൈകപ്പോയി ഇരിഞ്ഞിക്കീലേ ഭഗവതിയെയും കൈതൊഴുതു. അമ്മ കോട്ടത്ത് അമ്മയെയും കൈതൊഴുതു. കാവും വായി വയലൂടെ വഴി പോരുമ്പോൾ കാവും വായി ദേവരെയും കൈതൊഴുതു. ഇടമേ തിരിഞ്ഞ് ഏരിവേശിക്ക് ഞാൻ കിഞ്ഞു പോയി. ഗണപതിയാറെ മണ്ഡപം കൊണ്ട് കൈതൊഴുതു. മൂത്തടത്ത് അരമനക്കൽ പോയി ചെന്നു. ദൈവത്താറേയുമേ പാടിക്കുറ്റി അമ്മയെയും കൈതൊഴുതുമോ. വാഴുക പൊലിക വീര്യമുള്ള മലനാടിനിക്ക് മറുപിറവിയിലുമേ പോകയില്ല ഞാൻ മാങ്ങാട്ടേക്ക്. വലമേ തിരിഞ്ഞ് വന്താർമുടിപ്പുഴ കടന്നു. ഇതാണ് വന്താർമുടിപ്പുഴ. വന്താർപ്പുഴ എന്ന് പറഞ്ഞാൽ മന്നപ്പൻ്റെതായിരിക്കുന്ന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വന്താർമുടിപ്പുഴ. വന്താർമുടിപ്പുഴയുടെ കരക്കയൂടെ വരുമ്പോഴാണ് മന്നപ്പന് ദാഹിച്ചു. അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ചങ്ങാതിമാർ പറയുന്നു, ഇതൊക്കെ വന്താർമുടിപ്പുഴയിൽ അതാടോ വെള്ളം എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇത് കാലികലക്കിയ പോലെയാണ് ഈ വെള്ളമുള്ളത്. കണ്ടാൽ കാലികലക്കിയ പോലെയാണെങ്കിലും വളരെ പരിശുദ്ധമായിരിക്കുന്ന ഒരു ഒഴുക്കുള്ള വെള്ളമാണിത് വന്താർമുടിപ്പുഴയിൽ. പിന്നെ ഇതിന് വേറൊരു പ്രാധാന്യമെന്ന് പറഞ്ഞാൽ മന്നപ്പൻ യുദ്ധകളത്തിൽ നിന്ന് ദൈവക്കരുവായി വന്നതിന് ശേഷം എല്ലാവരും വന്താർമുടിപ്പുഴയിൽ കിഞ്ഞ് കുളിക്കുമ്പോൾ മന്നപ്പനും ചെമ്മരത്തിയും ഇതിൻ്റെ മേലെ കടവുന്നാണ് കുളി കഴിച്ചത്. അത്രയും പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ വന്താർമുടിപ്പുഴ. കണ്ടാലല്ലോ പതുവനൂരേ ബാലവർഗത്തെ പുല്ലിനും കോൽക്കും പോകുന്ന ആരി ബാലവർഗേ. കതുവനൂര് പോകാൻ എനിക്കൊരു വഴി ചൊല്ലേണമേ. കതിനൂർ വീടിൻ്റെ സ്ഥലം സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ വർദ്ധിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ അങ്ങോട്ട് ധാരാളമായി പോകാൻ തുടങ്ങി. അപ്പോൾ ആ ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് ആളുകൾ ഈ കതിനൂർ വീരിൻ്റെ സ്ഥലം എന്നതാണെന്ന് അന്വേഷിക്കുന്നതിനോ അല്ലെങ്കിൽ കതിനൂർ വീരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് ചേരുന്നതിനോ മുത്താർമുടി പോലുള്ള സ്ഥലങ്ങൾ, വേളാർകോട്ട പോലുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നതിനൊന്നും ഉള്ള പരിശ്രമങ്ങൾ ആളുകളുടെ ഭാഗത്ത് നിന്ന് അധികം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടോ അത് ഏറെക്കുറെ ഒരു ഐതിഹ്യത്തിലുള്ള സ്ഥലം എന്ന നിലയിൽ
അല്ലെങ്കിൽ കേവലം സാങ്കല്പിക സ്ഥലങ്ങൾ എന്ന നിലയിലൊക്കെയാണ് ഒരു ഘട്ടം വരെ ആളുകൾ അതിനെ മനസ്സിലാക്കിയത്. കതുവനൂരെത്തിയ മന്നപ്പൻ ഊരമ്പലം കതുവനൂരിലെ ഇവരുടെ നാട്ടുകൂട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലമാണിത്. ഇവിടെ വെച്ചിട്ടാണ് തക്ക് പറഞ്ഞിട്ട് തക്കരെ ഉറപ്പിച്ചതിന് ശേഷം ഇവിടുന്ന് പടിഞ്ഞാറേ കൂടെ തോട്ടുകരയ്ക്ക് കൂടെ പോകുമ്പോഴാണ് കാളമ്മൻ്റെ വീട് കാണുന്നത്. കാളമ്മൻ്റെ വീട്ടിൽ പോയി ദാഹിച്ച് വെള്ളം മേടിച്ച് കുടിച്ച് കാളമ്മനോട് വഴിയെ ചോദിച്ചിട്ടാണ് കതുവനൂരേക്ക് മന്നപ്പൻ പോകുന്നത്. കതുവനൂർ വീട്ടിലേക്ക് എത്തിച്ചേരും. കതുവനൂർക്ക് പോയി ചെന്ന് ചോറും വിളമ്പിയിരിക്കുന്നല്ലോ കതുവനൂരമ്മ. പലരോടായി വഴി ചോദിച്ച് ഒടുവിൽ മന്നപ്പൻ കതിവന്നൂരിലെ നേരമ്മാമൻ്റെ അടുത്തെത്തി. കതിവന്നൂരമ്മ പാലും ചോറും വിളമ്പിയപ്പോൾ അത് കഴിക്കാതെ വെള്ളാകുളത്ത് വയലിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന തൻ്റെ ചങ്ങാതിമാർക്ക് ഒരു തര പുല്ലും ഒരു കൊള്ളി തീയും കൊണ്ടു കൊടുത്തു. മടിയനായ മന്നപ്പൻ പണിയൊന്നും എടുക്കാത്തത് കാരണമാണ് അച്ഛനും അമ്മയും അവനെ വൈരാഗ്യപ്പെട്ടിട്ട് അവൻ നേരെ നാട് വിട്ട് കൊടകിൽ കതുവനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ അമ്മാവൻ്റെ വീടായ ഈ സ്ഥലം, അവിടെ ഈ സ്വത്ത് അമ്മാവൻ്റെ സ്വത്ത്, അമ്മാവന് പ്രായമായി. അപ്പോൾ അത് സ്വത്ത് മക്കൾക്കും മരുമക്കൾക്കും വീതിച്ചു കൊടുക്കണം. അങ്ങനെ ഈ സ്ഥലം രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തു. കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം അവന് കുറച്ച് പൈസ ഉണ്ടാക്കണം തോന്നി. അങ്ങനെ ഈ അമ്മാവൻ്റെ എരുതിനെ രണ്ടിനെയും പൂട്ടിക്കെട്ടി ഇവിടുന്ന് എണ്ണയുണ്ടാക്കി കൊണ്ടുപോയി 12 കൊമ്പനും പോയി കൊണ്ടുവന്ന് വിറ്റ് കാശുണ്ടാക്കിയിട്ട് ആ ഭൂമിയാണ് ഇത്. മാങ്ങാട്ടെ അലസനും താന്തോന്നിയുമായ ചെറുപ്പക്കാരനായിരുന്നില്ല കതിവന്നൂരിലെ മന്നപ്പൻ. അയാൾ അധ്വാനത്തിൻ്റെയും കൃഷിയുടെയും മഹത്വം മനസ്സിലാക്കി. നേരമ്മാമൻ മകൻ അണ്ണുക്കനും മരുമകൻ മന്നപ്പനും ഭൂമി പകുത്തു നൽകി. മന്നപ്പൻ കൂന്താലിയും കൈക്കോട്ടുമെടുത്ത് കുന്നെല്ലാം കൊഴുവലായി കിളച്ച് നിരത്തി. പാറയെല്ലാം ചേറാക്കി കിളച്ചു മറിച്ചു. വീടിനു മുന്നിൽ കദളിവാഴ വെച്ചു. ചീര, വൈന, കോയ, വാഴ തുടങ്ങിയ അന്നുണ്ണി ഫലങ്ങളെല്ലാം നട്ടുണ്ടാക്കി. അമ്മാമൻ്റെ എരുതുകളെ കൂട്ടിക്കെട്ടി ചക്കിൽ എള്ള് ചൊരിഞ്ഞ് എള്ളാട്ടി എണ്ണയെടുത്തു. സൗഹൃദത്തിന് മറ്റെന്തിനേക്കാളും വില നൽകിയ മന്നപ്പന് കതിവന്നൂരും ചങ്ങാതികളുണ്ടായി. കുടകരുടെ കൃഷിയും കന്നുകാലികളെയും കൊള്ളയടിക്കുന്ന വെക്കുടകൻ്റെ നേതൃത്വത്തിലുള്ള മുത്താറുമുടി കുടകരെ നേരിടുന്നതിനുള്ള ആയുധങ്ങൾ വാങ്ങുന്നതിനായി പട്ടണത്തിലെ ചന്തയിൽ ചെന്നു. 5 കെട്ട് അമ്പ്, അരക്കൻ വില്ല്, ചേളക്കത്തി, കുറിപ്പലിശ, വെള്ളോട്ടുതൊപ്പി, വെളിയൻ ചവരിക, ആര്യവാള്, വർണ്ണപ്പലിശ എന്നീ ആയുധങ്ങൾ വാങ്ങിക്കെട്ടി കതിവനൂരേക്ക് തിരിച്ചു. വീരാജൻപേട്ട എന്ന് പറയുന്ന സ്ഥലമാണ് കർണാടകത്തിലെ വീരരാജൻ എന്ന് പറയുന്ന അവരുടെ സ്ഥലമായതിനാൽ വീരാജ്പേട്ട ഇന്ന് വീരാജ്പേട്ട എന്നറിയപ്പെടുന്നു. മന്നപ്പൻ്റെ ജീവചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള സ്ഥലമാണ് വീരാജൻപേട്ട എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. അവിടെ വാണിഭം, അതായത് കച്ചവടം നടത്താൻ, എണ്ണക്കച്ചവടം, ആയുധം, അന്ന് മന്നപ്പന് വേണ്ടുന്ന പടക്ക് വേണ്ടുന്ന ആയുധങ്ങളൊക്കെ വാങ്ങിച്ച സ്ഥലവും ചന്തയും ഒരു തെരുവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ വീരാജൻപേട്ട എന്നറിയപ്പെടുന്ന സ്ഥലം. പടയ്ക്ക് വേണ്ടുന്ന ആയുധങ്ങൾ വാങ്ങി വേളാർകോട്ട് പുറത്തെരുവേ വഴി പോകുമ്പോൾ സുന്ദരിയായ ചെമ്മരത്തിയെ കണ്ടുമുട്ടി. ദാഹിച്ച മന്നപ്പൻ വേളാർകോട്ട് ചെമ്മരത്തിയോട് തണ്ണീർ ചോദിച്ചപ്പോൾ ഇടവഴിക്കാരും തണ്ണീർ വച്ചിട്ടില്ലെന്നും വേണമെങ്കിൽ വേളാർകോട്ട് വീട്ടിൽ വരണമെന്നും പറഞ്ഞു. ചെമ്മരത്തിയുടെ സൗന്ദര്യത്തിലും പെരുമാറ്റത്തിലും ഭ്രമിച്ച മന്നപ്പൻ, നീ പച്ചോടത്തിനോ കൈമുതലിനോ വാഴുന്നത് എന്ന് ചോദിച്ചു. കുലസ്ത്രീയായ ചെമ്മരത്തി ഒരുത്തൻ്റെയും കൈമുതലിന് വാഴുകയില്ലെന്നും പച്ചോടത്തിന് മാത്രമേ വാഴുകയുള്ളൂ എന്നും പറഞ്ഞു. പച്ചോടക്കാരാൻ പരിചോ നിനക്ക്, പച്ചോടത്തിനോ കൈമുതലിനോ വാഴുവോളോ നീയേ. എന്നാൽ ഇന്ന് തുടങ്ങി നിൻ്റെ വീടുകൾ കൂടുമ്പോഴായിട്ട് അതിന് ശേഷം അത്ര വെള്ളം മേടിച്ച് കുടിക്കുന്നു. ആ വെള്ളം മേടിച്ച് കുടിച്ച് കൈനില കുറിക്കലെന്ന് പറഞ്ഞു. ആൾ വാക്കും കൊടുത്തിട്ട് ഒരു നേരെ കതുവനൂരേക്ക് വന്നു. ഇന്ന് തുടങ്ങിയേ നിന്റെ വീടെനിക്കൊരു വീടാവട്ടെ. ചെമ്മരത്തിയോടി വാങ്ങി കൊടുത്തു. അത്രയെല്ലാം ഒക്കലും വസിപ്പും ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന ബന്ധത്തിലുള്ളവരൊക്കെ ഉണ്ട്, ജാതിയിൽ പിറന്നവരൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. ചെമ്മരത്തി ഏതാണ് അല്ലേ?
അതുകൊണ്ട് അത് വേണ്ട അല്ലേ? ശംഭു കോമരത്തിൻ്റെ അനുഭവം പോലെയുള്ള അനുഭവം അത് വേണ്ട എന്നുള്ള തോന്നലാണ് ഉള്ളത്. കയ്യിനില കുറിച്ചു പോയി ഞാനെൻ്റെ കതിമനൂരമ്മേ വാക്ക് കൊടുത്തു അല്ലേ? വീട്ടിലെത്തെങ്കിൽ നൽകുന്ന ആത്തരത്തിന് വാക്ക് കൊടുത്താൽ അത് സഫലമാക്കണ്ടേ? തന്നേക്കാൾ കുലമഹിമയും സമ്പത്തും കുറഞ്ഞ കാവുതീയ സ്ത്രീയായ ചെമ്മരത്തിയെയാണ് തീയനായ മന്നപ്പൻ കാമിച്ചത്. എണ്ണപ്പരിയം, നൂൽപ്പരിയം, കഞ്ഞിപ്പരിയം, പണപ്പരിയം എന്നിങ്ങനെ 4 തരത്തിലായിരുന്നു അന്നത്തെ തീയരുടെ ആചാരവിവാഹം. 10 പണം പച്ചോടമായി മന്നപ്പൻ ചെമ്മരത്തിയെ പരിയം ചെയ്തു. എൻ്റെ വിവാഹത്തിന് ആരാസ്ത്രീ നാരിയാ ബുദ്ധിമുട്ടാണ്. എൻ്റെ വേളാർ കൊണ്ട് ചെമ്മരത്തി കണ്ടാൽ അഴകുണ്ട്, അഴകുള്ള അനുഭവങ്ങളും കയ്യിൽ കുറച്ച് പോയി. എന്ത് അഴകില്ലെങ്കിലും ഇവന് നടക്കണം വേണ്ടേ? അതിന് പച്ചോടം വാങ്ങണം, പുടവ. അതിനു വേണ്ടിയാണ് ഇത് കല്യാണം അറിയിക്കുകയും പുടവ് വാങ്ങാനും പുടവ് കൊടുത്തും അങ്ങനെ കഴിക്കാനായിട്ടാണ് ഞങ്ങൾ കൈയെടുത്തത് അല്ലേ? ഒന്നൂരി അടിക്കുന്നില്ലേ? എല്ലാവരും അതിൽ തന്നെ ദാനം ചെയ്യും. ഒരു വിവാഹത്തിന് മുഹൂർത്തല്ലേ, അതിൽ തന്നെ ആവട്ടെ. എനിക്ക് നല്ല സന്തോഷമുള്ള മുഹൂർത്തം, അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ വിശ്വസിക്കില്ല. ഇപ്പോൾ എൻ്റെ വിവാഹം കഴിയാതെ മറ്റുള്ളവർ അവസ്ഥയും വിശ്വസിക്കില്ല. നിങ്ങളെല്ലാം വിവാഹം കഴിഞ്ഞില്ലേ? എല്ലാവരും കഴിഞ്ഞില്ലേ? കഴിയാത്തവരുണ്ടോ? രാമം ദൈവം മാഷം പ്രജാപത്യം ആസുരം രാക്ഷസം ഗാന്ധർവം പൈശാചമാതിയായിരിക്കുന്ന അഷ്ടവിധേന വിവാഹമുണ്ട്. ഞാൻ ഗന്ധർവ രീതിയിലാണ് ചെമ്മരത്തിയെ കണ്ടത് അല്ലേ? ഈ വിവാഹ സമയത്ത് തെയ്യക്കാരൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 10 പണവും പച്ചവടവും കൊണ്ടുവച്ചു എന്ന് പിന്നെ അത് കതിനൊരുന്ന് കൊണ്ടതിനെങ്കിലും ബാക്കി കാണികളോടെല്ലാം പറയും ഈ കല്യാണ പദ്ധതി യോഗ്യ സ്ഥാനം വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ കാണികളോടെല്ലാം പിന്നെ കുറച്ചെങ്കിലും കിട്ടുന്ന പൈസയെല്ലാം പിരിച്ച് വാങ്ങി നല്ലൊരു കല്യാണത്തിൻ്റെ ഒരു പ്രതീതി തന്നെ ആ സമയത്ത് അവിടെ ഈ തെയ്യയുടെ സ്ഥലത്ത് കാണാം. തെയ്യക്കാരനും അത് ഒരു ആവേശത്തോടുകൂടെ പിന്നെ വാങ്ങി ഇനി എൻ്റെ വിവാഹത്തിൻ്റെ സമയമാണ്, ഇനി കളിയും ചിരിഞ്ഞ ഇപ്പോൾ ഇനി അവസരമില്ല, ഇനി ഏതായാലും കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പതാളെല്ലാം നിർത്തിവെച്ച് പെട്ടെന്ന് ആ ചണ്ട മേളവും പിന്നെ ഇതെല്ലാം തോട് തന്നെ മേളത്തോട് തന്നെയാണ് വിവാഹം. കാലുകഴുക ചെമ്പ് ചിലക്ക് നീരും തന്നു, കാലും കഴുകിയമേ അയ്മരത്തിന്മേൽ ചെന്നിരുന്നു. നിങ്ങളെല്ലാവരും എന്തിനാ ഇതിനെ പോന്നു വന്നു? കണ്ടേ വരാത്തതാണ് ജാതി കൊണ്ട് കളിച്ചിട്ടുണ്ടല്ല, അതുകൊണ്ട് പോകണമെന്ന് എടുക്കലില്ല അല്ലേ? അതുകൊണ്ടാണ് മുടിഞ്ഞത്. എണ്ണയിൽ ചെമ്മരത്തിയെ അയ്യം വെളുത്തിരുത്തി ഏതാരോട്ട് എണ്ണയാന്റെ അനുവാദത്തെ പച്ചോടവുമേ ചെമ്മരത്തിയും മന്നപ്പനെ പോലെ മുൻകോപക്കാരിയും ആരെയും അനുസരിക്കാത്തവളുമായിരുന്നു. വേളാർക്കോട്ട് വീട്ടിൽ കഴിയുന്ന മന്നപ്പനോട് ചെമ്മരത്തി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു നാട്ടിൽ ഒരു നാട്ടിൽ ഒരുത്തൻ വന്നാൽ അവൻ്റേതൊരു പണിയും ത്വരവും കാരണമെനക്ക്. ഒരു കണയാട്ടാൻ എള്ളിവിടെയുണ്ട്, എള്ളാട്ടി കാണം തിരിച്ചു തരണമെനക്ക്. വേളാർകോട്ട് തണ്ടയാൻ്റെ എരുതുകളെ കൂട്ടിക്കെട്ടി എള്ളാട്ടി എണ്ണയെടുത്ത് മന്നപ്പൻ എണ്ണക്കച്ചവടത്തിന് പോയി. അപ്പോഴും പറയുന്നല്ലോ ഇവ ചെമ്മരത്തി, ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് ഒരുത്തൻ വന്ന അവൻ്റെ കയ്യും തുരവും അറിയണമെനിക്ക്. ഒരു കണയാട്ട തൊള്ളിവിടെ വന്നതുണ്ട്, എള്ളാട്ടി പണം തിരിച്ചു തരണമെനിക്ക്. മാനവർ നാട്ടിലും എണ്ണ മാറി കുയ്യങ്ങാരി നാട്ടിലും എണ്ണ മാറി
വീരരാജൻ പേട്ടേക്കുമ്പോ എണ്ണവാരി പട്ടണം 18-ന് എണ്ണവാരി. നേരം വൈകിയതിനാൽ കുടകരുടെ എരുതാലയിൽ പട്ടിണി കിടന്നു. പുലരുവാൻ 7:30 രാവുള്ളപ്പോൾ വേളാർകോട്ട് വീട്ടിൽ ചെന്ന് ചെമ്മരത്തിയെ വിളിച്ചു. അവൾ കപ്പാല തുറക്കുകയോ നായിനെ തടുക്കുകയോ ചെയ്തില്ല. കപ്പാല തുറന്നില്ല, നായിനെ തടുത്തില്ല. ചെമ്മരത്തി അരിശപ്പെട്ടുമേ കപ്പാല തുറന്നു കൊടുക്കുമേ. എന്നെ സമീപിച്ചതുപോലെ തന്നെ എണ്ണ വെക്കാൻ പോയിട്ട് വരുന്ന കഴിക്കാൻ എണ്ണ കണ്ടിനി. അതുപോലെ ഇന്നലെ എണ്ണ വെക്കാൻ പോയി മറ്റെവിടെയും കണ്ടുപോകുന്നില്ല സംശയത്തിലാണ് ഇവിടെ തുറക്കാതിരിക്കുന്നത്. അപ്പോഴേ ചോദിക്കുന്നല്ലോ ഇവ ചെമ്പരത്തി ഇന്നലെ ഏതൊരു മേതരവള്ളി പുലർന്നിരടാ. ഇന്നലെ ഏതൊരു മേലത്തി വെച്ച് വിളമ്പി വിളക്കുമേ. വാതിലും ചവിട്ടിപ്പോൾ ചകത്ത് കയറിയിട്ടാകുമ്പോൾ പിന്നെ സമാധാനം തന്നെയാണ്. സമാധാനത്തിൽ പറഞ്ഞു പിന്നെ വിശക്കുന്ന് പാൽ ചോറുതാ എന്ന് പറയുമ്പോൾ ചെമ്പരത്തി പറഞ്ഞു പാലിന് പകരം രുദ്രം വെട്ടി കുടിച്ചോ, ചോരയെടുത്ത് കുടിച്ചോ നീ എന്ന് പറഞ്ഞു. ചോറിന് പകരം തലച്ചോറ് എടുത്തുണ്ടോ? പാലുതായ ചോറുതായന്റെ ചെമ്മരത്തി പാലിന് പകരമേ രുദ്രം വെട്ടി കുടിച്ചു കൊള്ളുവേ. ചോറിന് പകരമേ ചാണകം പറ്റിയ കൈ കഴുകാതെ ചെമ്മരത്തി ഇരുന്നാവൂഴി അരിക്കഞ്ഞി വെച്ചു. അരിവെച്ചാലൊരു കറി വെക്കണ്ടേ ചെമ്മരത്തി എന്ന് പറയുന്ന മന്നപ്പനോട് കോപം കൊണ്ട് വെട്ടിവിറച്ച് നിന്നെ തറിച്ചോ മുറിച്ചോ ഞാനൊരു കറി വെക്കേണ്ടു എന്ന് ചോദിച്ചു. ചെമ്മരത്തിയുടെ കോപത്തിനു മുന്നിൽ മന്നപ്പൻ സമചിത്തത കൈവെടിഞ്ഞില്ല. മന്നപ്പൻ്റെ മറുപടികൾ ശാന്തമായിരുന്നു. ആളിറച്ചി തിന്നാറുണ്ടോ ചെമ്മരത്തി എന്നാണ് മന്നപ്പൻ പറയുന്നത്. കല്ലും നെല്ലും തലനാരുമുള്ള ചോറ് ചെമ്മരത്തി മന്നപ്പന് വിളമ്പി. നിന്നെ തരിച്ചോ മുറിച്ചോ ഞാൻ കറി വെക്കണ്ട്. അവസാനം അതിന് വിടുന്ന ചെറിയൊരു കറിയിലാക്കിയവൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നാമത്തെ ചോറ് വാരുമ്പോൾ തന്നെ കിട്ടുന്നത് കല്ലും നെല്ലും തലനാരുമാണ്. കല്ലും നെല്ലും തലനാരും കണ്ട് അവിടെ വെച്ചു. രണ്ടാമത് ഊണിന് വൈകുന്നേരം കൂട്ടുന്ന നേരം രണ്ടാമത്തെ ചോറ് വാരുമ്പോൾ ചോറ് ഉരുള ഒത്ത നടുവേ മുറിഞ്ഞു. അന്നേരം പറഞ്ഞു അപ്പോൾ ഇവള് ചെമ്മരത്തി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ചെമ്മരത്തിയോട് ചോദിച്ചു, പിന്നെ അന്നം മുറിഞ്ഞാൽ എന്തടയാളം ചെമ്മരത്തി? അന്നം മുറിഞ്ഞാൽ ആയുസിനെ മുറികടാന്ന്. അത് നീക്കും. മൂന്നാമത്തെ ഊണിന് ചോറ് വാരുമ്പോൾ കേട്ടുവല്ലോ വാനവർ താനവർ പടവിളി. അപ്പോൾ പടവിൻ്റെ ശബ്ദം കേട്ടു. പടവിളി കേട്ടാൽ ആണുങ്ങൾക്ക് ചോറ് വയ്ക്കുന്ന അത്ര യോഗ്യതയല്ല എന്ന് ഇയാൾക്ക് സ്വയം തോന്നി. ചോറുണ്ടെന്നത് യോഗ്യതയല്ല, ആണുങ്ങൾക്ക് അഴിഞ്ഞിതോറി അഭിമാനമല്ല. വേളാർകോട്ട് പടിഞ്ഞാറ്റ തട്ടി തുറന്നു പടക്ക് വേണ്ടുന്ന 5 ആയുധം തൊഴിലെടുക്കുന്നു. മന്നപ്പൻ ആയുധമെടുത്ത് പടിഞ്ഞാറ്റകത്തുനിന്ന് കീയുന്ന നേരം ഉമ്മറപ്പടി തട്ടി തലയും പൊട്ടി.
ചെന്തലേനോന്ത് മുറിയെ പാഞ്ഞു. ചെന്തലേനോന്ത് മുറിയെ പാഞ്ഞാൽ എന്തടയാളം ചെമ്മരത്തി എന്ന് ചോദിച്ചപ്പോൾ തൻ തലവെട്ടി രുധിരം വീഴും മന്നപ്പ എന്ന് ചെമ്മരത്തി പറഞ്ഞു. ആയുധമെടുത്ത് വെളിഞ്ഞാത്ത് ഇന്ന് കീയുന്നേരമേ മുമ്മാരപ്പടി തടഞ്ഞു അന്നെനിക്ക് ഉമ്മാരപ്പടി തടഞ്ഞാൽ എന്തടയാളമേ ഉമ്മാരപ്പടി തടഞ്ഞാൽ ആരും പോലെ അവിടെ നിന്ന് ശകുനം മാറ്റി പുറപ്പെടുമ്പോൾ ചെന്തലേനോന്തി മുറിയനെ പാഞ്ഞു അന്നനക്ക് ചെന്തലേനോന്തി മുറിയനെ പാഞ്ഞാൽ എന്തടയാളമേ തണ്ടര വെട്ടി രുധിരം കാണും വന്നപ്പോ പട കണ്ടുവരട്ടെ ഞാൻ എൻ്റെ ചെമ്മരത്തി എന്ന് ചോദിച്ചപ്പോൾ ചെമ്മരത്തിയുടെ മറുപടി കഠിനമായിരുന്നു. പോയ നിനക്ക് വരാൻ കൂടാതെ പോട്ടെ, കുടകരുടെ പടയിൽ കൊത്തിപ്പോട്ടെ, 6 നുറുക്കി 66 ഖണ്ഡം പോട്ടെ, 100 നുറുക്കി 107 ചിഹ്നം പോട്ടെ, മുണ്ടമ്മലും കൈതമ്മലും തറിച്ചെറിഞ്ഞു പോട്ടെ. ഇത് കേട്ട് മന്നപ്പൻ ചെമ്മരത്തിയോട് പറഞ്ഞു, നീയല്ല പറയുന്നതടോ ചെമ്മരത്തി, നിന്നെക്കൊണ്ടിതൊക്കെയും ദൈവം പറയിക്കുന്നതാണ്. മറുതലയ്ക്ക് തോറ്റുവെങ്കിലോ ഞാൻ അങ്ങാകട്ടെ, മറുതലയ്ക്ക് ജയിച്ചുവെങ്കിലോ ഞാൻ ഇങ്ങാകട്ടെ എന്ന് പറഞ്ഞ് പടക്കളത്തിലേക്ക് പോയി. കുടകരെ പടയിൽ ജയിച്ച് ചങ്ങാതിമാരുടെ അടുത്തെത്തിയപ്പോഴാണ് തൻ്റെ ചെറുവിരലും പീഠമോതിരവും നഷ്ടപ്പെട്ടത് മന്നപ്പൻ അറിഞ്ഞത്. ഇത്രനാളും യോഗ്യതയുള്ള പേരായിരുന്നു. ഇനി ചെറുവിരൽ നഷ്ടപ്പെട്ട തന്നെ ചെമ്മരത്തി കൂവേനെന്ന് വിളിച്ച് ആക്ഷേപിക്കുമെന്ന് പറഞ്ഞ് കുടകരുടെ കള്ളപ്പടയിലെ മരണത്തിലേക്ക് മന്നപ്പൻ ഏകനായി നടന്നുപോയി. അപ്പോൾ മുണ്ടച്ചുറ്റിൽ കള്ളപ്പടയായിട്ട് നിന്നിനെ വരും, ഒളിച്ചു നിന്നില്ല, ഏത് വിധത്തിലും വധിക്കണം എന്നൊരു ഉദ്ദേശം. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇവർ തന്നെ അങ്ങോട്ട് പറഞ്ഞു, ഉടന്തടിയാലെ പടക്കളത്തിൽ ഞാൻ വീണുകൊണ്ടു. അപ്പോൾ മാരി പെയ്യും പോലെ വരുന്നല്ലോ ശരമപ്പോൾ. അങ്ങനെ ഇവരുടെ ദേഹം 6 മുറിച്ച് 66 ഖണ്ഡം ചെയ്തു ഈ കുടകർ. 100 മുറിച്ച് 107 ചിഹ്നമാക്കി. ഈ അവരെ ദേഷ്യം തീരാഞ്ഞിട്ട് ഈ കഷ്ണമെല്ലാം വാരിയിട്ട് ഈ മുണ്ടമ്മലും കൈതമ്മലും എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം വാരി എറിഞ്ഞു കളഞ്ഞു. ഒപ്പമുള്ള പേരനീക്കം അന്നേരന്ന് ഇന്നത്തോട്ട് കൂവേനെന്ന് വിളിക്കുവെന്ന അപ്പോഴും പറയുന്നല്ലോ ചങ്ങാടികൾ, ഞങ്ങളാരും വിളിക്കയില്ല വന്നപ്പ, നിങ്ങളാരും വിളിക്കൂലും കോളനിക്ക് വിളിക്കുവെന്ന വീളാർകോട്ട് ചെമ്മരത്തി.
മന്നപ്പൻ്റെ ജീവിതം അതിശയോക്തികൾ നിറഞ്ഞതായിരുന്നില്ല. ഏതൊരു വീട്ടിലും നടക്കുന്ന ദാമ്പത്യ കലഹം തന്നെയാണ് മന്നപ്പനും നേരിട്ടത്. പക്ഷെ ചെമ്മരത്തിയുടെ കോപം കഠിനമായിരുന്നു. ഭാര്യയുടെ കലഹത്തെയും ആക്ഷേപങ്ങളെയും നേരിടുന്നതിൽ മന്നപ്പൻ അശക്തനായിരുന്നു. ಉತ್ತರೂರು ಬೋಳೆ ಇಲ್ಲಿ ಮನ್ನಪ್ಪನ ಎಣ್ಣೆಬಾಣಿ ಮಡಿಕೇಂಜಿ ಬಪ್ಪಕ್ಕ ಅವ ಎಣ್ಣೆಬಾಣಿಯನ್ನ ಪಡಾಳಿನ ಇಲ್ಲಿ ಕುಟ್ಟಂಡ ಬಟ್ಟಗಾಳಂಡ ಕೈಯಂದಿ ಕೆಂಬಟ್ಟು 4 ಕಡೆ ಕೊಡಿತು ಕಾಣ್ತಂಗಿ ಇಲ್ಲಿ ಮುತ್ತರೂರು ಬೋಳೆ ಆ ಬರ್ಲಿ ಚೋಳಂಡ ಇದೇ ಚೋಳಂಡ ಭೂಮಿಲಿ ಅವನ ಕೆಂಬಟ್ಟಂಡ ಕುಟ್ಟಂಡ ಬಟ್ಟಗಾಳಂಡ ಕೈಯಂದಿರ 4 ಕಡೆ ಕುಡಿತು ಅವನ ಮಡಿಕೇಂಜಿ ಬಪ್ಪಕ್ಕ ಎಣ್ಣೆಬಾಣಿಯನ್ನ ಇಲ್ಲೇ ಕೊಂದಿತ್ತು. ಅವನು ಇಲ್ಲಿ ಕೊಂದತ್ತು. ಅವನ ಮೊಯ್ರ 14 ಫುಲ್ಲು ಬುದ್ದತ್ತು. ಅಲ್ಲಿ ಇಂದು ನಮ್ಮೆ ನಡ್ತೋ ಅಲ್ಲಿ ತೆರೆಗತ್ತೋ ಅಲ್ಲಿ ಹೋಯ್ತು ನೋಟ್ನಾಗ ಅಂದ್ರೆ ಇದೆಲ್ಲ ಇಷ್ಟನ್ನ ಅಂದುಕಾಂಗು ಇಲ್ಲೇ ಕೊಂದಿ ಅವನು. ചെറുവിരൽ നഷ്ടപ്പെട്ട അംഗവൈകല്യത്താൽ ചെമ്മരത്തിയെ അഭിമുഖീകരിക്കാനാകാതെ പടയിലെ മരണത്തെ സ്വയം വരിച്ച മന്നപ്പന് അഭിമാനം ജീവനേക്കാൾ വിലപ്പെട്ടതായിരുന്നു. മന്നപ്പൻ്റെ ജീവിതത്തിന് പല മാനങ്ങളുണ്ട്. അച്ഛൻ്റെ ആഭിജാത്യത്തിന് വിരുദ്ധമായി ജീവിച്ച് അച്ഛനുമായി കലഹിച്ച് വീട് വിട്ടിറങ്ങിപ്പോയ മകൻ, പണിയെടുക്കുന്നതിൽ അലസനായി വേറൊരു നാട്ടിലെത്തി തൊഴിലിൻ്റെ മഹത്വം മനസ്സിലാക്കി മണ്ണിൽ അധ്വാനത്തിൻ്റെ വിയർപ്പൊഴുക്കിയ കർഷകൻ, എള്ളാട്ടി എണ്ണയെടുത്ത് എണ്ണക്കച്ചവടം ചെയ്ത കച്ചവടക്കാരൻ, എന്തിനേക്കാളും സുഹൃത്തുക്കളെ സ്നേഹിച്ച ചങ്ങാതി, ജാതിയിൽ താഴ്ന്ന പെണ്ണിനെ കുടുംബക്കാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ സ്വന്തമാക്കിയ തികഞ്ഞ കാമുകൻ, ദാമ്പത്യ കലഹത്തിൻ്റെ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴ്ന്ന് ആത്മഹത്യ ചെയ്ത ധീരനും നിസ്സഹായനുമായ ഭർത്താവ്, പിറന്ന നാടുപേക്ഷിച്ച് വേറൊരു നാട്ടിലെത്തി അവിടുത്തെ മണ്ണിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച രക്തസാക്ഷി. മന്നപ്പൻ ഇതേതെങ്കിലും ഒന്നു മാത്രമായിരുന്നില്ല. മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രത മന്നപ്പനിൽ കാണാം. മന്നപ്പൻ്റെ ചെറുവിരലും പീഠമോതിരവും തനിക്കേറെ പ്രിയപ്പെട്ട പൂങ്കദളി വാഴമേലാണ് വന്നു വീണത്. ഇത് കണ്ട് ഭയന്ന ചെമ്മരത്തിയും പടക്കളത്തിലെത്തി. മുണ്ടം മന്നും കൈതം മന്നും മന്നപ്പൻ്റെ ശരീരം പെറുക്കിക്കൂട്ടി അണ്ണൂക്കൻ ദഹിപ്പിക്കുമ്പോൾ, ഒരു തലയ്ക്ക് ഞാൻ കാറ്റോല പിടിക്കട്ടെ അണ്ണൂക്ക എന്ന് ചെമ്മരത്തി ചോദിച്ചു. പെണ്ണുങ്ങൾ കാറ്റോല പിടിക്കരുതെന്ന് അണ്ണൂക്കൻ പറഞ്ഞു. മന്നപ്പനെ ചുട്ടുപിരിയാൻ കാലമാകുമ്പോൾ ഉച്ചയിൽ എന്തൊരു വെള്ളി നക്ഷത്രം നിറന്നു കാണുന്നു എന്ന് ചെമ്മരത്തി പറഞ്ഞു. ശവം ദഹിപ്പിക്കുന്നവർ മുകളിലേക്ക് നോക്കിയപ്പോൾ ചെമ്മരത്തി ഉടന്തടിയായി അഗ്നിയിൽ വീണു. കാലും തലയും പിടിച്ചു വലിച്ച അണ്ണൂക്കന് ഖണ്ഡവും തുണ്ടവും മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോഴും പറയുന്നല്ലോ ഇവൾ ചെമ്മരത്തി, ഉച്ചയിൽ എന്തൊരു നക്ഷത്രമേ നിറന്നു കാണുന്നു. അവരെല്ലാവരും അണ്ണേർന്ന് നോക്കും നേരമേ ഉടന്തടിയെന്ന് ഭാവിച്ചു ചെമ്മരത്തിയുമേ എൻ്റെ ഊടാഗ്നിയിൽ വീട് പിരിഞ്ഞു. മൂന്നാമത് വിളായി പിടിച്ചോരി കരിമ്പുക എൻ്റെ തമ്പുരാട്ടി ചുടലി ഭഗവതി അമ്മയുടെ തിരുവുള്ളത്താൻ ഞാൻ ദൈവക്കരുവായി യോഗം വന്നു. ഒരു കുഴിയിൽ 2 ശവം ചുട്ടുപിരിഞ്ഞ് വന്താർമുടിപ്പുഴയിൽ അണ്ണൂക്കനും മറ്റുള്ളവരും കുളിക്കുകയായിരുന്നു. മീത്തലേക്കടവിൽ മന്നപ്പനും ചെമ്മരത്തിയും കുളിക്കുന്നതായി അണ്ണൂക്കൻ തറം കണ്ണാലെ കണ്ടു. അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ അണ്ണൂക്കൻ കല്ലും കടവും നനഞ്ഞതല്ലാതെ മന്നപ്പനെയും ചെമ്മരത്തിയെയും കണ്ടില്ല. കതിവന്നൂർ വീട്ടിലെത്തിയ അണ്ണൂക്കൻ മന്നപ്പൻ സ്നേഹത്തോടെ നട്ടുനനച്ച പൂങ്കദളിവാഴ വെട്ടിവിറയ്ക്കുന്നതായി കണ്ടു. കദളിവാഴയിൽ തൊട്ട അണ്ണൂക്കൻ ദർശനപ്പെട്ട് വെട്ടിയുറഞ്ഞ് വെളിച്ചപ്പാടായി. മരിച്ച മന്നപ്പൻ അണ്ണൂക്കനിലൂടെ വെളിപ്പെട്ടു. ദൈവക്കരുവായി യോഗം വന്ന മന്നപ്പനെ കതിവന്നൂർ വീരൻ തെയ്യമായി കെട്ടിയാടിക്കാൻ നേരം മാമൻ കൽപ്പിച്ചു.
വസുവനക്കനലാടിയെന്ന കോലക്കാരനെ വിളിച്ച് തെയ്യം കെട്ടുന്നതിനുള്ള അടയാളം കൊടുത്തു. ഒരു മനുഷ്യൻ ദുരന്തപൂർണമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ താണ്ടി ഒടുവിൽ ദൈവമായി മാറുന്നതിൻ്റെ ആവിഷ്കാരമാണ് കതിവന്നൂർ വീരൻ തെയ്യം. മന്നപ്പന്റെ മരണത്തിലൂടെ ചെമ്മരത്തി തൻ്റെ പൊറുക്കാനാകാത്ത തെറ്റുകൾ മനസ്സിലാക്കുകയായിരുന്നു. ദുർവാശിക്കാരിയും കോപക്കാരിയുമായ ചെമ്മരത്തിയെ മന്നപ്പൻ അതിരറ്റ് സ്നേഹിച്ചു. കുറ്റബോധത്തിൽ നീറിപ്പുകഞ്ഞ് ഉടന്തടി ചാടിയ ചെമ്മരത്തിയെ മന്നപ്പൻ മരണത്തിലും മരണാനന്തര ജീവിതത്തിലും കൂടെക്കൂട്ടി. ചെമ്മരത്തിക്ക് പ്രത്യേകിച്ചൊരു തെയ്യക്കോലമില്ലെങ്കിലും ചെമ്മരത്തിത്തറയിലൂടെ ജനങ്ങൾ ചെമ്മരത്തിയുടെ സാന്നിധ്യം അറിയുന്നു. ദാമ്പത്യബന്ധത്തിൻ്റെ മനോഹാരിതയും സങ്കീർണതയും വിശകലനം ചെയ്യുന്ന മറ്റൊരു തെയ്യമില്ല. ഈ തെയ്യം നടത്താൻ വേണ്ടി ഒരുപാട് ഭാരിച്ച ചെലവുകളും അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇതിനുവേണ്ടി ഏകദേശം നമ്മൾ തയ്യാറെടുപ്പ് നടത്തേണ്ടത് 1 വർഷം മുന്നേ തയ്യാറെടുക്കേണ്ട ഒരു കാര്യമാണ്. പടയിൽ ചെറുവിരൽ മുറിഞ്ഞുപോയ അപമാനത്താൽ ഭാര്യയുടെ അധിക്ഷേപങ്ങളെ അഭിമുഖീകരിക്കാനാകാതെ മരണമേറ്റുവാങ്ങിയ നിസ്സഹായനും അഭിമാനിയുമായ മാങ്ങാട്ട് മന്നപ്പനെയാണ് അപകടങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെടുന്നവർ രക്ഷകനായി വിളിക്കുന്നത്. ഗ്രാമവഴികൾ താണ്ടി സ്വന്തം വീട്ടിലെത്തുന്ന കതിവന്നൂർ വീരനെ ഉപചാരപൂർവ്വം ഗൃഹനാഥനും കുടുംബാംഗങ്ങളും സ്വീകരിക്കുന്നത് അത്രമേൽ വികാരനിർഭരമായാണ്. ദീപത്തിനകത്ത് ഉത്തമമായ ഒരു ശ്രേയസ്കരമായ കാര്യമുണ്ട്. അത് കർത്തവ്യബോധത്തോടുകൂടെ ആചരിച്ചാലാണ് അതിന്റെ സുഖത്തെ സിദ്ധിക്കുക. അല്ലേ? പൊന്മകനാണ് ഞാൻ ഒരു നിലയിലും ഉപേക്ഷിച്ചു കളില്ല. അപ്രകാരം പോലെ ഇതിനെ ബന്ധിപ്പിച്ചത് ഇത് അറ്റുപോകേണ്ട ബന്ധമല്ല. ദൈവം തൃക്കൺ പാർത്ത് കണ്ടിരിക്കുന്ന ഒരു കരബന്ധമാണിത്. അടുത്തവരെ അതല്ലേ ഞാനും കരം വെച്ചിട്ടുണ്ട്. പാരസ്പര്യം ബഹുമാനിത ഇച്ഛാസ്ഥാനി ലക്ഷ്യം ഭക്തി ശ്രദ്ധാലക്ഷ്യം മൂർധന്യകരം സ്വേച്ഛാസ്ഥാനി ലക്ഷ്യം പരമോന്നതം. പരസ്പരം ബഹുമാനം ചെയ്യണം. വലുത് ചെറുത് എന്നുള്ള വഴിയല്ല. അല്ലേ? കർമ്മമാണ് പ്രാധാന്യം. ഈ ബന്ധം മറ്റുള്ളവർ കൊടുത്തതല്ല. ഞാനിത് അന്യന്ത് പോയിക്കൂടാ. മറ്റു കളയല്ലേ ഇത്. പിന്നീട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഭക്തന്മാർക്ക് പലവിധമായ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. പല വിധത്തിലുള്ള സ്വഭാവക്കാരുണ്ടാവും. ദേഷ്യമുള്ളവരുണ്ടാവും, ദേഷ്യമില്ലാത്തവരുണ്ടാവും, വിഭ്രാന്തിയുള്ളവരുണ്ടാവും. എല്ലാവരും ഈ തെയ്യത്തെ കാണാൻ വരും. ഈ തെയ്യക്കാരൻ അവർ എന്തിനാണോ ആ തെയ്യത്തിൻ്റെ അടുത്ത് വരുന്നത് ആ ഒരു സുഖത്തെ കിട്ടണമെങ്കിൽ ഈ തെയ്യക്കാരൻ അപാര പാണ്ഡിത്യം ഉള്ള ഒരാളായിരിക്കണം. അതിനുവേണ്ടി ഒരുപാട് വായിച്ചും കണ്ടിട്ടും ഗുരുനാഥൻ്റെ കീഴിൽ പോയി പഠിച്ചും ഒക്കെ ഒരുപാട് പാണ്ഡിത്യം. കാരണം വരുന്ന ഒരാൾ വളരെ പണ്ഡിതനായിരിക്കാം. ആ പണ്ഡിതനായ ഒരാൾ അയാളെ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ചില ചോദ്യം, ദൈവമല്ലേ എല്ലാം അറിയുന്ന ഒരാളല്ലേ എന്നതിൻ്റെ പേരിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് തക്കതായ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഈ തെയ്യക്കാരന് അപാരമായ പാണ്ഡിത്യം സുനിശ്ചിതമായിട്ട് വേണ്ടുന്നതാണ്. യജ്ഞത്തിന് ആരാലും തടസ്സം ഉണ്ടാവില്ല. പോരെ വിജയം സുനിശ്ചിതമാക്കി തന്നെ നടത്തിച്ചു തന്ന് തമ്പുരാട്ടി ചുടലി ഭഗവതി അമ്മയുടെ അനുകൂലമുണ്ടായിട്ട് ഞാനും കുരുക്കളും പരിസമാപ്തി ശുഭമായിട്ട് തന്നെ ഉണ്ടാവും. കതിവന്നൂർ വീരനും ചെമ്മരത്തിയും ഇത്രയധികം ജനപ്രിയരാകാൻ കാരണം അവരകപ്പെടുന്ന ദുരന്തങ്ങൾ തന്നെയാണ്. ലോകവ്യാപകമായി സമ്പത്തും സ്വാധീനവുമുള്ള ദൈവങ്ങൾ
ആശ്രിതരെ നേരിട്ട് അനുഗ്രഹിക്കുന്ന വർത്തമാനത്തിൽ തന്നെയാണ് ഉത്തര മലബാറിൻ്റെ ഗ്രാമീണ പച്ചകളിൽ ദുരന്തങ്ങളിൽ അകപ്പെട്ട് സ്വയം മരണം വരിച്ച സാഹസികനും അഭിമാനിയും നിസ്സഹായനുമായ ചെറുപ്പക്കാരൻ ദൈവക്കരുവായി ഉയർക്കുന്നതിൻ്റെ നേർക്കാഴ്ചയായി കതിവന്നൂർ വീരൻ തെയ്യം കെട്ട് നടക്കുന്നത്. തെയ്യം കെട്ടുന്നത് മറ്റുള്ളവരുടെ പ്രാർത്ഥന, എന്തെങ്കിലും മറ്റുള്ളവർക്ക് മാനസികമായോ ശാരീരികമായോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ലൊരു ദൈവമാണല്ലോ കതിവന്നൂർ വീരൻ, വിശ്വസിപ്പാൻ മതിപൂരുമല്ലോ എന്നുള്ള ഒരു മാനസിക ചിന്ത കൊണ്ടെല്ലാം പ്രാർത്ഥന ചെയ്തപ്പോൾ അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മം പണ്ട് മുതലേ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് കൊണ്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാർ ഇങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ ആരും ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു ദയനീയമായ ഒരു വേദന എപ്പോഴും ഞങ്ങളിലുണ്ട്. അത് എനിക്ക് മാത്രമല്ല, കുറച്ച് പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് ഇപ്പോഴും കാണാനുണ്ട്. ആ ഒരു വിഷമം ഞങ്ങളിൽ എപ്പോഴും ഉണ്ട്, അത് ചെയ്തു കഴിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ. വീരൻ്റെ ഉച്ചത്തോറ്റം നടക്കുമ്പോൾ വാക്കോട്ട് തണ്ടയാൻ, കല്ലിങ്കൽ തണ്ടയാൻ, പുന്നക്കിയിൽ തണ്ടയാൻ, ആമേരി തണ്ടയാൻ എന്നീ 4 തീയപ്രമാണികൾ കതിവന്നൂർ വീടിൻ്റെ താഴെക്കൂടി കാളകളെ തെളിച്ച് നടന്നു പോവുകയായിരുന്നു. ആമേരി തണ്ടയാത്തി തുറന്നഴിച്ചിളക്കിയ മുതുകത്ത് പേർ കൊള്ളാത്ത പൊന്നനെന്നും അഴകനെന്നും പേരുള്ള പുതുമൂരിക്കിടാങ്ങളുടെ മുതുകത്ത് പേർ കൊള്ളിച്ചു തന്നാൽ അകത്തട്ടിലും തിരുമുടിക്കും അരിവിളയാടി ആമേരി വീട്ടിലേക്ക് ആമേരി വീരനെന്ന് പേർ കൊള്ളുമെന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന പ്രകാരം ആമേരി തണ്ടയാത്തിയുടെ പടിഞ്ഞാറ്റയിൽ ശേഷിപ്പെട്ടാണ് കുടകര നാട്ടിലെ കതിവന്നൂർ വീരൻ ആമേരി വീരനായി മലനാട്ടിലെത്തിയത്. കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരിനടുത്ത ആമേരി പള്ളിയേറിയയിലേക്കാണ് ദൈവം ആദ്യമായിട്ട് വന്ന് കരകയറിയത്. അങ്ങനെയുള്ള ആമേരി വീരൻ്റെ സങ്കല്പത്തിലാണ് പൂക്കെട്ടിയെന്ന് തിരുമുടി അഴിച്ച് വയലുള്ള വാമാടത്തല മുമ്പിൽ കെട്ടി തെയ്യം അവസാനിക്കുന്നത്. തെയ്യം തിരുമുടിയിൽ നിന്നും ഗ്രാമീണൻ ഇറുത്തു കൊടുക്കുന്ന ചെക്കിപ്പൂക്കളിൽ പ്രാചീന ഗോത്ര സംസ്കൃതിയുടെ ദ്രാവിഡ ഗന്ധമുണ്ട്. മണ്ണിനു വേണ്ടി, മാനത്തിനു വേണ്ടി പോരാടി അധികാരികളുടെ ചതികളിൽ അപമൃത്യുവിനിരയായ ധീര വ്യക്തിത്വങ്ങളെ ഗോത്രജനത മറക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. വരും തലമുറകളുടെ പോരാട്ട വീര്യത്തിനായി അവരെ പുരാവൃത്തങ്ങളിലൂടെ, തെയ്യങ്ങളിലൂടെ കരുതി വയ്ക്കുകയായിരുന്നു. ചരിത്രത്തിൽ പകർത്തിവെക്കാൻ വിട്ടുപോയ ഒരു ചരിതത്തെ, ഒരു സംസ്കാരത്തെ തെയ്യം അനുഷ്ഠാനത്തിൻ്റെ സങ്കീർണമായ ഘടനകളിലൂടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. ആ കൈമാറ്റത്തിൻ്റെ തുടർച്ചയായിട്ടാണ് തീവ്രമായ ഉപാസനകളിലൂടെ ശാരീരിക പീഡനങ്ങൾ സ്വയം സഹിച്ച് സാധാരണക്കാരനായ ഒരു കോലക്കാരൻ കതിവന്നൂർ വീരൻ തെയ്യമായി മാറുന്നത്.
തട്ടിൽ വഴങ്ങുവാന്തൊക്കെ അല്പം കൊടുക്കട്ടെ ഓരേ മുത്താറുമുടി കുടകളുടെ പടക്കൂറപ്പെട്ടു യുദ്ധകളത്തിലകപ്പെട്ടു ദിവക്കരു വായുകം വന്നു പന്താറുമുടിയാറ്റി നീരാടി വാഴും കതുവിന് ഒരു വീട്ടിൽ ശേഷിപ്പെട്ടു ഓരേ ഞാൻ മുത്താറുമുടി കുടകളുടെ പടക്കൂറപ്പെടുന്ന കാലത്ത് എൻ്റെ വേളാറുകോട്ടി ചെമ്മരത്തിയായവൾ എനിക്ക് കല്ലോടെ നെല്ലോടെ തിറന്നാളുടെ ഇട്ടെറിഞ്ഞിരുതാവരി വെച്ച് വന്നിട്ട് പോരേ ആയുധകാരത്തിൻ്റെ സ്ഥലപ്പുറഭാരമായിട്ട് എൻ്റെ ചെമ്മരത്തൂടെ അടുക്കളയൂട്ടാകുന്നതിനെ കൊണ്ടു കൂട്ടിപ്പോരുന്ന കാലത്ത് കല്ലും നെല്ലും തലനാരുമാക്കി ചമക്കല്ലാകോരേ എനിക്കൂറപ്പം നിൻകൂറടയെന്നും പാതുപിടിയെന്നും പെഴുത്തുപിടിയെന്നും ഇറങ്ങനക്കൊന്നും കുറകു നിനക്കൊന്നും പിണകടി കൂടാതെ ഇടതക്കമ്മൽ താക്കോൾ പെടുത്തെടുത്തിരിക്കുന്ന പ്രകാരത്തെങ്കിൽ എൻ്റെ ചെമ്മരത്തൂടെ അടുക്കളയൂട്ടാകുന്നതിനെ അനുഭവിച്ചു പോരണം കോരേ.